ഗുരുസ്ഥാനീയരായ KV രാമകൃഷ്ണൻ മാഷ്, SK വസന്തം മാഷ്, എൻ്റെ സഹോദരരും സുഹൃത്തുക്കളുമായ വളരെ പ്രഗത്ഭരായ മലയാളത്തിലെ എഴുത്തുകാർ, ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്ന ഏതാണ്ടൊരു 4-4.5 പതിറ്റാണ്ടായി അടുത്ത ഹൃദയബന്ധമുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ദേശീയ ജനറൽ സെക്രട്ടറിയായ ഉയർന്ന ചിന്താവിവേകവും വായനയും സാംസ്കാരിക സമ്പന്നതയുമുള്ള MA ബേബി സഖാവ് അടക്കം സദസ്സിലുള്ള ഗുരുസ്ഥാനീയരായ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ ഹൃദയാഭിവാദനം. തീർച്ചയായും ബേബി സഖാവ് വളരെ കൃത്യമായി വൈലോപ്പിള്ളിയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, അറിവ് മൂത്ത താങ്കളെന്ത് മാനഭംഗമേൽക്കുവാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അറിവുള്ളവർക്ക് നുണയന്മാർ പറയുന്ന ഒരു നുണ കൊണ്ടും മാനഭംഗം ഉണ്ടാകുവാനില്ല. അറിവുള്ളവർ, ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, ജനങ്ങൾ തരുന്ന സ്നേഹത്താൽ തന്നെ ആ മാനഭംഗം ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ അതിജയിക്കും. വൈലോപ്പിള്ളി മാഷ് അത്ര ആഴത്തിൽ ഇതിനൊക്കെ കണ്ട ഒരാളാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. വിശ്വസംസ്കാര പാലകരാകും വിജ്ഞരെ യുഗം വെല്ലുവിളിപ്പൂ ആവുമോ ഭവാന്മാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാവട്ടെ വേഗമാവട്ടെ. ആ മഹാകവിയോടൊപ്പം ഞാനും KV രാമകൃഷ്ണൻ മാഷും തിരൂർ തുഞ്ചൻ പറമ്പിൽ ഒരു കവിയരങ്ങിൽ പങ്കെടുത്ത പഴയ കാലം ഞാൻ പെട്ടെന്ന് ഓർത്തു. ബേബി സഖാവ് തീർച്ചയായും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ടൊന്നും പറയാനില്ല. അദ്ദേഹം സ്വരലയ എന്ന മഹത്തായ ഒരു പ്രസ്ഥാനം ഇന്ത്യയിലെ മുഴുവൻ കലാകാരന്മാരെയും സംഘടിപ്പിച്ചുകൊണ്ട് മുതിർന്ന ലോകോത്തര കലാകാരന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട്, എഴുത്തുകാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തിയപ്പോൾ പാലക്കാട്ട് മാനവീയം എന്നൊരു ഉത്സവം ഉണ്ടായ സമയത്ത് ചെമ്പയെ ആദരിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ മാനവീയത്തിൻ്റെ വിവിധ പരിപാടികളിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലൊരു ഇന്ത്യയിലെ സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് സാംസ്കാരിക നേതാവ് ഈ സാംസ്കാരിക സംഗമത്തിൽ വന്ന് എനിക്ക് തന്ന സ്നേഹാശംസ തീർച്ചയായും എൻ്റെ വിജയത്തിനുള്ള ശക്തിയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അദ്ദേഹത്തോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ധൈര്യമാണ്. തൃശ്ശൂരിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, കവി സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിക്കാൻ ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അങ്ങനൊരു തീരുമാനമെടുത്ത് എന്നെ അറിയിക്കുകയാണ് ചെയ്തത്. എനിക്ക് അത് ശിരസാ വഹിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ഈ പ്രസ്ഥാനത്തെ എൻ്റെ ജീവനോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. 10 വയസ്സിൽ ദേശാഭിമാനി ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായി ആലങ്കോട് താലൂക്ക് ഗ്രാമ സെക്രട്ടറിയായി തുടങ്ങി. 17 വയസ്സിൽ യുവകലാസാഹിതിയുടെ ഭാഗമായി, പിന്നീട് യുവകലാസാഹിതി പ്രസിഡൻ്റായി. ഞാൻ പ്രവർത്തിച്ച സാംസ്കാരിക മണ്ഡലം പുരോഗമന കഥാപ്രസംഗ കലാസംഘടന എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. സാംബശിവം പ്രസിഡന്റ്, കെടാമംഗലം സദാനന്ദൻ സെക്രട്ടറി. അന്ന് ഞാനതിലൊരു അംഗമാണ്. ഈ പറയുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളിലൂടെയാണ് എൻ്റെ സാംസ്കാരിക ജീവിതം ഞാൻ നടത്തിയത്. അന്ന് KSF-ൽ തുടങ്ങി SFI-ലും ASF-ലും AYF-ലും ഇവരുടെയൊക്കെ എല്ലാ പരിപാടികളിലും ചെറുപ്പം മുതൽ പങ്കെടുത്ത് വെറുമൊരു സാംസ്കാരിക പ്രവർത്തകനല്ല, ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് എനിക്ക് ഈ പ്രവർത്തനം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഉണ്ടായ ആശങ്ക ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ മാറി. ജനങ്ങളുടെ ഇടയിൽ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് യാതൊരു പരാതിയും 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തെക്കുറിച്ചില്ല. സാധാരണ ഒരു MLA ആവാൻ പോകുന്ന ഒരാൾ ജനങ്ങളിലേക്ക് ചെന്നാൽ പരാതികളുടെ കെട്ടഴിക്കുന്ന ആളുകൾ അമ്മമാർ, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ, തൊഴിലാളികൾ, ജീവനക്കാർ, പിരിഞ്ഞു പോകുന്നവർ, കുട്ടികളടക്കമുള്ള ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നത് മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നാണ്. ഈ 10 വർഷം ഭീകരമായ ദുരന്തങ്ങൾ നമ്മൾ നേരിട്ടു. കോവിഡിനെ നേരിട്ടു, 2 പ്രളയങ്ങളെ നേരിട്ടു. പ്രളയം തകർത്തെറിഞ്ഞ കേരളത്തെ പുനർനിർമ്മിച്ചു. മുണ്ടക്കൈ, കവളപ്പാറ ദുരന്തങ്ങളിൽ തകർന്നുപോയ മനുഷ്യരെ പുനരധിവസിപ്പിച്ചു. ദേശീയപാതയും തീരദേശപാതയും മലയോര പാതയും വികസിപ്പിച്ചു. എല്ലാ ഗ്രാമീണ റോഡുകളും വികസിപ്പിച്ചു. സ്കൂളുകൾ ഹൈടെക് ആക്കി. എൻ്റെ ഗുരുനാഥൻ P. ചിത്രൻ നമ്പൂതിരിപ്പാട് സ്ഥാപിച്ച, ഞാൻ പഠിച്ച വിദ്യാലയം, ഞാൻ കൂടി അവിടെ സ്കൂൾ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ചെയർമാൻ ആയിരിക്കുമ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് അന്താരാഷ്ട്ര നിലവാരത്തിൽ പുതുക്കിപ്പണിഞ്ഞ് നമ്പൂതിരിപ്പാടിൻ്റെ 100ാമത്തെ വയസ്സിൽ രവീന്ദ്രനാഥൻ മന്തി അത് സമർപ്പിക്കുമ്പോൾ ആ മഹാനുഭാവനായ ചരിത്ര പുരുഷൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് കണ്ട ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ഇടതുപക്ഷം പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് P. ചിത്രൻ നമ്പൂതിരിപ്പാട്. എൻ്റെ ഗുരുനാഥനാണ്. അത്തരം ഗുരുനാഥന്മാരുടെ അനുഗ്രഹം, ഇവിടെ ഇരിക്കുന്ന ഗുരുനാഥന്മാരുടെ അനുഗ്രഹം, ഈ സുഹൃത്തുക്കളുടെ
പിന്തുണ. ഞാനൊരു ബാലൻ, അശക്തനാണെങ്കിലും മാനിയാം എന്നുടെ താതനെ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ പരിതപിച്ചിടുവാൻ ആളുകൾ എന്നെക്കുറിച്ചെന്നതുണ്ടെന്നറിയ നീ എഴുത്തച്ഛനാണ്. എന്നല്ലതായവർ കാരുണ്യമുണ്ടെങ്കിൽ ഇന്ന് സമസ്തരെയും ജയിച്ചിടുവൻ. ഇവരെല്ലാം ജയിക്കാനുള്ള ഊർജം ഈ സഖാക്കളും സുഹൃത്തുക്കളും എനിക്ക് തരുന്നുണ്ട്. നേരത്തെ ബേബി സഖാവത്ത് അർത്ഥപൂർണ്ണമായി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യത്തെ വിശ്വമഹാകവിയായ മലയാളത്തിൻ്റെ കുമാരനാശാൻ പറഞ്ഞു, ജാതിയുടെയും മതത്തിൻ്റെയും ഇടുങ്ങിയ കെട്ടുകളിൽ മനുഷ്യനെ കെട്ടി നിർത്താൻ കഴിയുകയില്ല. കെട്ടി നിർത്താൻ കഴിയാതെ ദുർബലപ്പെട്ട ചരടിൽ ജനത നിൽക്കാം. ജാതിയുടെയും മതത്തിൻ്റെയും ദുർബലപ്പെട്ട ചരടിൽ നിങ്ങൾക്കിനി മനുഷ്യനെ കെട്ടി നിർത്താൻ കഴിയില്ല എന്ന് 102 വർഷം മുമ്പാണ് ആശാൻ പറയുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞു, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റും അതുകളി നിങ്ങളെത്താൻ. കേരളം കേട്ട ഏറ്റവും വലിയ മഹാവാക്യവും ഏറ്റവും വലിയ മുദ്രാവാക്യവുമാണ് മാറ്റുവിൻ ചട്ടങ്ങളെ. അത് അലയടിച്ചാണ് നമ്മൾ എല്ലാത്തിനെയും മാറ്റിയത്. ആദ്യം നവോത്ഥാന പ്രസ്ഥാനം, നവോത്ഥാനത്തിൻ്റെ നേരവകാശികളായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറ്റിയാണ് അതിദാരിദ്ര്യമുക്തമായ, ആരും പട്ടിണി കിടക്കാത്ത, നേരത്തെ ബേബി സഖാവ് പറഞ്ഞില്ലേ, പൊൻകുന്നവർക്കിയുടെയും MTയുടെയും തകഴിയുടെയും ദേവിൻ്റെയും ലളിതാംബികാന്തർജനത്തിൻ്റെയും ഒക്കെ കഥകളിൽ നമ്മൾ വിശന്ന് പൊരിയുന്ന മനുഷ്യരെ കണ്ടു. ഒരു നേരത്തെ ആഹാരമില്ലാതെ അധ്യാപകൻ വിദ്യാർത്ഥിയുടെ പൊതിച്ചോറ് കട്ടുതിന്നുന്നത് അദ്ദേഹം എഴുതി, പഴയ കാരൂർ എഴുതി. ഇങ്ങനെ പട്ടിണിയുടെയും ദുരിതത്തിൻ്റെയും ലോകത്ത് അധ്യാപകരും ജീവനക്കാരും വരെ ഉണ്ടായിരുന്നു. അവരെ അതിദാരിദ്ര്യമുക്തമായൊരു നാട്ടിലേക്ക് മാറ്റിയതാണ് ചട്ടങ്ങളെ. പല്ലനയാറിൻ തീരത്തിൽ പത്മപരാഗകുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. ആ ചട്ടങ്ങളെ മാറ്റി പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക്, ഇടത്തരക്കാർക്ക് സമ്പൂർണ്ണ ക്ഷേമരാഷ്ട്രം, പാർലമെൻ്ററി ഡെമോക്രസിയിലൂടെ സമത്വാധിഷ്ഠിതമായൊരു പ്രദേശം, ഒരു സംസ്ഥാനം ഉണ്ടാക്കിയ ചരിത്രം അടുത്ത ഇടതുപക്ഷ ഗവൺമെൻറ് ലോകത്തിന് സമർപ്പിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇത് വിപ്ലവം നടന്ന നാടല്ല, പക്ഷെ പാർലമെൻ്ററി ഡെമോക്രസിയിലൂടെ നമ്മൾ സമത്വാധിഷ്ഠിതമായൊരു പ്രദേശം സൃഷ്ടിക്കും. അതിനെല്ലാവരും കൂടെ ഉണ്ടാവണം. നേരത്തെ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി അധികം പ്രസംഗിക്കാൻ പാടില്ല. ഞാൻ ദിവസേന നടന്ന് പ്രസംഗിക്കാൻ എനിക്ക് ബേബി സഖാവിനോട് വലിയൊരു സന്തോഷം, പറയാൻ പാടില്ലെങ്കിലും. ബേബി സഖാവിൻ്റെ സഹധർമ്മിണി ബെറ്റിയും ഞാനും സഹപാഠികളാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് അന്ന് രാഷ്ട്രീയ പ്രവർത്തനം, SFI പ്രവർത്തനം നടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അകാലത്ത് തൊട്ട് കാണാൻ തുടങ്ങിയതാണ് സഖാവിനെ. സഖാവിവിടെ വന്നത് എനിക്ക് കിട്ടിയ വലിയൊരു സന്തോഷവും പിന്തുണയാണ്. അതിന് നന്ദി പറയുന്നു. ഈ 2 ഗുരുക്കന്മാരുടെ കാൽ തൊട്ട് വന്നിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. ഇവരൊക്കെ എൻ്റെ പ്രിയ 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 സുഹൃത്തുക്കളാണ്, എൻ്റെ സ്വന്തമാണ്. എനിക്കൊരാപത്ത് വന്നാൽ കൂടെ ഉണ്ടാവും, എനിക്കൊരാവശ്യം വന്നാൽ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ആളുകൾ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം വീട്ടിൽ തീർക്കാൻ കഴിയാത്ത മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ കടപ്പെട്ടുകൊണ്ട് നിങ്ങൾ എനിക്ക് അവസരം തന്നാൽ എന്നാലാവുന്ന വിധം ഈ സ്നേഹമൊക്കെ പുരോഗമന പാതയിൽ നിറവേറ്റിക്കൊള്ളാം, വീട്ടിക്കൊള്ളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.